ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 8ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് എക്സാമിന് നടന്ന ഫിസിക്സ് സബ്ജക്റ്റിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ ആണ്. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻ എയിൽ 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ്. ആദ്യത്തെ ചോദ്യം, വൈ ഡസ് എ ഡൈവർ അറ്റ് ദി ബോട്ടം ഓഫ് എ ലേക്ക് എക്സ്പീരിയൻസ് മോർ പ്രഷർ ദാൻ ദാറ്റ് അറ്റ് ദി സർഫേസ്? ഒരാൾ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ അടിയിൽ ബോട്ടത്തിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് സർഫേസിനെക്കാട്ടിലും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ദ ഫ്ലൂയിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത് ആണ്. പ്രഷർ ആഴം കൂടും തോറും പ്രഷർ കൂടും. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആൻ ഇലക്ട്രോസ്കോപ്പ് ഈസ് എ ഡിവൈസ് ഫോർ ഡിറ്റക്റ്റിംഗ് ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ ഒബ്ജക്ട്സ്. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് വസ്തുക്കളിലെ ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റീസൺ, അതിൻ്റെ കാരണം, ദ ലീവ്സ് ഓഫ് എ ചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് കം ക്ലോസർ ആഫ്റ്റർ എ ലോങ് ടൈം. ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോസ്കോപ്പിൻ്റെ ലീവ്സ് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ക്ലോസർ ആയിട്ട് അടുത്തായിട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ബി ആണ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദി റീസൺ ആർ ട്രൂ ബട്ട് ദി റീസൺ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദി സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റും റീസണും ശരിയാണ്, പക്ഷേ റീസൺ സ്റ്റേറ്റ്മെൻറ്റിനെ വിശദീകരിക്കുന്നില്ല, എക്സ്പ്ലെയിൻ ആക്കുന്നില്ല. അടുത്തത് സെക്ഷൻ ബി ആണ്. ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസിനും 2 മാർക്ക് വീതമുണ്ട്. 4-5 ക്വസ്റ്റ്യൻസിന് ചോയ്സ് ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യനും ഉണ്ട്. ഇവിടെ നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ ദി യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ടൈം ഡ്യൂറേഷൻ ഓഫ് എ ഡേ ഇൻ ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ഫണ്ടമെൻ്റൽ യൂണിറ്റിൽ നിങ്ങളോട് ഒരു ദിവസത്തിൻ്റെ സമയം, ടൈം ഡ്യൂറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് 86,400 സെക്കൻഡ്സ് എന്നാണ്. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ്. ഇവിടെ നിങ്ങൾ 2 സെൻറ്റൻസ് 2 പോയിൻറ്റ്സ് എഴുതി കൊടുക്കണം, എങ്കിലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. ദേ ആർ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്സ്, ദേ ആർ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ്. നിങ്ങൾക്ക് ഏതെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ, ഇതൊരു ഓർ ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. നമുക്ക് എ പാർട്ടിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദി ഫിഗേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ ഫിഗർ എക്സ് തന്നിട്ടുണ്ട്, ഫിഗർ വൈ തന്നിട്ടുണ്ട്. ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഇൻ വിച്ച് അറേഞ്ച്മെൻറ്റ് ഡു ദി മാഗ്നറ്റ്സ് റിപ്പൽ ഈച്ച് അതർ. ഇവിടെ തന്നതിൽ ഏത് ഫിഗറിലുള്ള മാഗ്നറ്റ്സ് ആണ് പരസ്പരം അടുക്കാത്തത്, റിപ്പിൾ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഫിഗർ എക്സ് ആണ് ആൻസർ ആയിട്ട് വരിക, കാരണം അവിടെ നോർത്തും ആണ് അടുത്തായിട്ട് വരുന്നത്, അത് റിപ്പിൾ ചെയ്യാണ് ചെയ്യുക. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫിഗർ എക്സ് ആണ്. ബി ക്വസ്റ്റ്യൻ, explain how this property of magnetism has been utilized in maglev trains for reducing energy loss and noise pollution. മാഗ്നറ്റിൻ്റെ ഈ ഒരു സവിശേഷത എങ്ങനെയാണ് മാഗ്ലെവ് ട്രെയിനുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്, എന്തിന്, എനർജി ലോസും നോയിസ് പൊല്യൂഷനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ലെവിറ്റേഷൻ ലെറ്റ്സ് ടു എലിമിനേറ്റ് ഫ്രിക്ഷൻ ടു റെഡ്യൂസ് എനർജി ലോസ് ആൻഡ് നോയിസ് പ്രൊഡക്ഷൻ എന്നാണ്. ഇനി അടുത്തത് നമുക്ക് 4B ക്വസ്റ്റ്യൻ നോക്കാം. ഫിഗർ ഇല്ലുസ്ട്രേറ്റ്സ് എ മെത്തേഡ് ടു മാഗ്നറ്റൈസ് എ ഹെക്സോ ബ്ലേഡ്. ഇവിടെ നിങ്ങൾക്കൊരു ഹെക്സോ ബ്ലേഡിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, റൈറ്റ് ദി പോൾസ് അറ്റ് പി ആൻഡ് ക്യൂ ഓഫ് ദി ഹെക്സോ ബ്ലേഡ്. ഹെക്സോ ബ്ലേഡിൻ്റെ പി പോളും ക്യൂ പോളും ഏതാനാണ് പറഞ്ഞിട്ടുള്ളത്. പി വരുന്നത് നോർത്ത് ആണ്, ക്യൂ സൗത്ത് ആണ്. ബി ക്വസ്റ്റ്യൻ, ഈവൻ എവറി സ്മോൾ പീസ് ഓഫ് ദിസ് ഹെക്സോ ബ്ലേഡ് വിൽ ഹാവ് 2 മാഗ്നറ്റിക് പോൾസ്. റൈറ്റ് ഡൗൺ യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു ഹെക്സോ ബ്ലേഡിൻ്റെ ഏതൊരു ചെറിയൊരു പീസിലും 2 മാഗ്നറ്റിക് പോൾസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം റെസ്പോൺസ് ചെയ്താനാണ്. കറക്റ്റ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബിക്കോസ് മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്, പോൾസ് ഓൾവേസ് കം ഇൻ പെയേഴ്സ്. പോൾസ് എപ്പോഴും പെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് പ്രൊട്ടക്റ്റ് ബിൽഡിങ്സ് ഫ്രം ലൈറ്റ്നിങ്.
ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് കെട്ടിടങ്ങളെ മിന്നലിൽ നിന്നും രക്ഷിക്കുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ആൻസർ. ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് പ്രൊട്ടക്റ്റ് ബിൽഡിങ്സ് ബൈ പ്രൊവൈഡിങ് എ സേഫ് ലോ റെസിസ്റ്റൻസ് പാത്ത് ഫോർ ദി ലൈറ്റ്നിങ് കറന്റ് ടു ഫ്ലോ ഇൻ ടു ദി ഗ്രൗണ്ട്. അടുത്തത് 5-ലെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു പ്രൊട്ടക്റ്റ് അവർ സെൽഫ് ഫ്രം ദി ലൈറ്റ്നിങ്? മിന്നലിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? ആൻസർ: ഡു നോട്ട് സീക്ക് ഷെൽട്ടർ അണ്ടർ ടോൾ ഓർ ഐസൊലേറ്റഡ് ട്രീസ്. ഡു നോട്ട് അറ്റംപ്റ്റ് ടു ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ. Prepare a note on the first aid to be given to a person struck by lightning to present in your school assembly. മിന്നലേറ്റ ഒരു വ്യക്തിക്ക് നൽകേണ്ട ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ് ഇവിടെ നിങ്ങളൊരു നോട്ട് തയ്യാറാക്കേണ്ടത്. ആൻസർ: മസാജ് ദി എൻറ്റയർ ബോഡി ടു വാം ഇറ്റ് അപ്പ്. ബോഡി ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. പ്രൊവൈഡ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. നെക്സ്റ്റ് സി സെക്ഷൻ ആണ്. ഇവിടെ ആൻസർ ദി ക്വസ്റ്റ്യൻ 6 to 9, 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 സ്കോർ. ഇവിടെ ഓരോ ചോദ്യങ്ങൾക്കും 3 മാർക്കാണ് വരുന്നത്. 6-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 പിക്ചർ തന്നിട്ടുണ്ട്. ഇതിലിവിടെ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക്, സെയിം വെയിറ്റ് ഉള്ള 2 കോൺക്രീറ്റ് ബ്ലോക്കുകൾ വ്യത്യസ്ത രീതിയിലാണ് മണലിൽ സാൻഡിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വെൻ ദി ബ്ലോക്ക് 1 ഈസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓൺ സാൻഡ്, ദി ഏരിയ ഓഫ് ബ്ലോക്ക് ഇൻ കോണ്ടാക്ട് വിത്ത് ദി സാൻഡ് ഈസ് 1 മീറ്റർ സ്ക്വയർ. ആദ്യത്തെ കോൺക്രീറ്റ് ബ്ലോക്ക് ഹൊറിസോണ്ടലി വെക്കുമ്പോൾ, സാൻഡിൽ ഹൊറിസോണ്ടലി വെക്കുമ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. രണ്ടാമത്തെ കോൺക്രീറ്റിൻ്റെ കട്ട സാൻഡിൽ വെർട്ടിക്കലി വെക്കുമ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.25 മീറ്റർ സ്ക്വയർ ആണ്. വിച്ച് ബ്ലോക്ക് എക്സേർട്ടഡ് മോർ പ്രഷർ ഓൺ ദി സാൻഡ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ ഏത് കോൺക്രീറ്റ് ബ്ലോക്കിലാണ് പ്രഷർ കൂടുതൽ ഉണ്ടാവുക? നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വെർട്ടിക്കലി വെച്ചിട്ടുള്ള ബ്ലോക്കിലായിരിക്കും മോർ പ്രഷർ ഉണ്ടാവുക, കാരണം അതിനാണ് ഏരിയ കുറവായിട്ടുള്ളത്. സോ നമുക്ക് ആൻസർ എഴുതാം ബ്ലോക്ക് പ്ലേസ്ഡ് വെർട്ടിക്കലി ബിക്കോസ് ദി ഏരിയ ഈസ് ലോ, പ്രഷർ വിൽ ബി മോർ. അടുത്തത് 7-ാമത്തെ ക്വസ്റ്റ്യൻ. എ കാർ covered a distance of 90 meter in 6 seconds. A bus covered a distance of 120 kilometer in 2 hours. Which vehicle traveled faster? ഏത് വണ്ടിയാണ് കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ മതി. ഇവിടെ സ്പീഡ് ഓഫ് കാർ ആദ്യം കാണാം. 90 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. 6 സെക്കൻഡ് ആണ് ടൈം എന്ന് തന്നിട്ടുണ്ട്. 90/6 ചെയ്യുമ്പോൾ നമുക്ക് 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അടുത്തത് ഇതേപോലെ ബസ്സിൻ്റെത് കാണാം. പക്ഷേ ഇവിടെ ബസ്സിൻ്റെത് മീറ്ററിലല്ല തന്നിട്ടുള്ളത്, കിലോമീറ്ററിലാണ്. നമുക്കിവിടെ 120 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 1,20,000 എന്ന് കിട്ടി. 120നെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് മീറ്ററിലേക്ക് മാറ്റാൻ കഴിയാം. ഇനി നമുക്ക് ഇവിടെ ബസ്സിൻ്റെ സമയം നമുക്കിവിടെ ഹവറിലാണ് തന്നിട്ടുള്ളത്. കാറിൻ്റെത് സെക്കൻഡ്സിലായിരുന്നു. നമുക്കിവിടെ 2 ഹവറിനെ സെക്കൻഡിലേക്ക് മാറ്റാം. നമുക്ക് 7200 സെക്കൻഡ്സ് എന്ന് കിട്ടി. ഇനി ഇവിടെ ബസ്സിൻ്റെ സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യാം. ഡിസ്റ്റൻസ് 1,20,000 ആണ്. ടൈം എന്ന് പറയുന്നത് 7200 സെക്കൻഡ്സ് ആണ്. നമുക്കത് ചെയ്യുമ്പോൾ 67 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇവിടെ ബസ്സിൻ്റെതാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് പറയാം ബസ്സാണ് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുക എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് ദി അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് റിമൈനിങ് ഇൻ ദി സെയിം പ്ലേസ് വിത്തൗട്ട് ബീയിങ് ഏബിൾ ടു ഫ്ലോ. A question. Write down the methods that produce static electricity in objects. വസ്തുക്കളിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉത്ഭവിക്കുന്ന മെത്തേഡ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ: ഫ്രിക്ഷൻ, കൺജക്ഷൻ. അടുത്ത ബി ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഹൗ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ഇൻ ഫോട്ടോകോപ്പിയർ മെഷീൻസ്. ഫോട്ടോകോപ്പിയർ മെഷീൻസിൽ എങ്ങനെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
Answer. Static electricity is used to charge a light sensitive drum which attracts negatively charged toner powder to form an image on positively charged paper which is then heat fused. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. എ മെറ്റൽ സ്ഫിയർ ഫിക്സ്ഡ് ഓൺ ആൻ ഐസൊലേറ്റഡ് സ്റ്റാൻഡ് ഈസ് ഡെപിക്റ്റഡ്. എ ക്വസ്റ്റ്യൻ. ആൻ ഇബോണൈറ്റ് റോഡ് ചാർജ്ഡ് വിത്ത് വൂൾ ഈസ് പ്ലേസ്ഡ് നിയർ ദി സർഫേസ് മാർക്ക്ഡ് ആസ് എ ഓൺ ദി മെറ്റൽ സ്ഫിയർ. ഡ്രോ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് ഓൺ ദി സ്ഫിയർ. ഇവിടെ വൂൾ കൊണ്ട് ചാർജ് ചെയ്ത ഒരു ഇബോണൈറ്റ് റോഡ് ചിത്രത്തിൽ മാർക്ക് ചെയ്ത് എ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്ഫിയറിൽ ഉണ്ടാകുന്ന ചാർജിൻ്റെ വിതരണം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആൻസർ. ദ റീജിയൻ നിയർ എ വിൽ ബി പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ദി ഓപ്പോസിറ്റ് സൈഡ് വിൽ ബി നെഗറ്റീവ്ലി ചാർജ്ഡ്. ദി നെഗറ്റീവ് ചാർജസ് വിൽ ബി കോൺസെൻട്രേറ്റഡ് ഓൺ ദി far side. Next B question. Suggest ways to retain the charge formed in the region A in the metal sphere for a longer period of time. മെറ്റൽ സ്ഫിയറിൻ്റെ എ ഭാഗത്തുണ്ടായ ചാർജ് കൂടുതൽ സമയം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആൻസർ എഴുതാം. മൊമെന്ററിലി എർത്ത് ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി സ്ഫിയർ വൈൽ ദി എബണൈറ്റ് rod is still near region A. Then remove the earth connection and finally remove the ebonite rod. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദി റീസൺസ് ഫോർ ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. താഴെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ 1ാമത്തെ ചോദ്യം. റബ്ബർ സക്ക് സ്റ്റിക്ക് ടു സ്മൂത്ത് സർഫേസസ്. റബ്ബർ സക്കുകൾ മിനുസമുള്ള സർഫേസിൽ പറ്റിപ്പിടിക്കുന്നു. കാരണം എന്താണ്? ആൻസർ. Air pressure outside the sucker is greater than the reduced pressure inside after pressing it against a smooth surface. റബ്ബർ സക്കറുകൾ സ്മൂത്ത് സർഫേസിൽ പറ്റിപ്പിടിക്കുന്നത് അത് പ്രസ് ചെയ്യുമ്പോൾ അതിലെ വായു പുറത്തു പോവുകയും ഉള്ളിലുള്ള പ്രഷർ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ പുറത്തുള്ള പ്രഷർ റബ്ബർ സക്കറിൻ്റെ ഉള്ളിലുള്ള പ്രഷറിനെക്കാട്ടിലും കൂടുതലാണ്. അതുകൊണ്ടാണ് പറ്റിപ്പിടിക്കുന്നത്. ഇനി ബി. എ വെൽ ഇൻഫ്ലേറ്റഡ് ബലൂൺ ബേസ്റ്റ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ സൺലൈറ്റ്. നന്നായി ഊതി വീർപ്പിച്ച ബലൂണ് വെയിലത്ത് സൺലൈറ്റിൽ വെക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു. കാരണം എന്താണ്? ഇവിടെ ആൻസർ. ഹീറ്റ് ഫ്രം ദി സൺ ഇൻക്രീസസ് ദി ഇന്റേണൽ എയർ പ്രഷർ ബിയോണ്ട് ദി ബലൂൺസ് കപ്പാസിറ്റി. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. സെയിലേഴ്സ് ആർ യൂസിങ് മാഗ്നറ്റിക് കോമ്പസ്. നാവികർ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിക്കുന്നത് കാരണം ദി കോമ്പസ് നീഡിൽ അലൈൻസ് വിത്ത് ദി എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് കോൺസിസ്റ്റൻ്റ്ലി ഇൻഡിക്കേറ്റിംഗ് മാഗ്നറ്റിക് നോർത്ത്. സോ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ഫിസിക്സ് സബ്ജക്റ്റിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.